ഹലോ ഫ്രണ്ട്സ്, ജാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് JavaBean പറ്റിയാണ്. റീയൂസബിൾ സോഫ്റ്റ്വെയർ കമ്പോണൻ്റ് എന്നാണ് JavaBean പറയുന്നത്. ഒരു റീയൂസബിൾ സോഫ്റ്റ്വെയർ കമ്പോണൻ്റ്, അതാണ് JavaBean എന്ന് പറയുന്നത് ജാവയുടെ ടേംസിൽ. അപ്പോൾ ഒരു JavaBean എന്തൊക്കെ കാര്യങ്ങൾ, ഒരു സാധാരണ ജാവ ക്ലാസ്സാണ്, പക്ഷേ 3 ഫീച്ചറുകളാണ് ഒരു സാധാരണ ക്ലാസ്സിനെ JavaBean ആക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സീരിയലൈസബിൾ ആയിരിക്കണം ആ ക്ലാസ്. സീരിയലൈസബിൾ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഒരു ഫയലിലോട്ടോ ഡേറ്റാബേസിലോട്ടോ സ്റ്റോർ ചെയ്ത് റിട്രീവ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ no-arg കൺസ്ട്രക്ടർ ആയിരിക്കണം. അതായത് ആ ക്ലാസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കൺസ്ട്രക്ടറിനകത്ത് പാരാമീറ്റർ പാടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിലുപയോഗിക്കുന്ന പ്രോപ്പർട്ടീസ് ഉണ്ടാവും. നമ്മൾ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസ്, അതിനകത്ത് നമ്മൾ ഗെറ്റർ മെത്തേഡും സെറ്റർ മെത്തേഡും പ്രൊവൈഡ് ചെയ്യണം. അതായത് നമുക്ക് വാല്യൂ അതിലോട്ട് സെറ്റ് ചെയ്യാനും വാല്യൂ അതിൽ നിന്ന് നമുക്ക് ഗെറ്റ് ചെയ്യാനും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്ലാസ്സിനെ JavaBean ആക്കുന്നത്. ഒരു എക്സാമ്പിൾ ചെയ്ത് അതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഈ എക്സാമ്പിളിൽ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ജാവ ആദ്യം നമ്മളതിനെ സീരിയലൈസബിൾ ആക്കുന്നു. java.io.serializable എന്നാണ്. സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നു, സ്റ്റുഡൻറ്റ് ഐ ഡി. അത് പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു ടൈപ്പാണ്. അതിനുശേഷം നമ്മളൊരു നെയിം ക്രിയേറ്റ് ചെയ്യുന്നു, സ്റ്റുഡൻറ്റ് നെയിം, അതും പ്രൈവറ്റ് ടൈപ്പാണ്. അതിനുശേഷം ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നു, സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ്. അത് പാരാമീറ്റർ ഇല്ലാതെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഗെറ്റർ സെറ്റർ മെത്തേഡുകൾ ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് സെറ്റ് ഐ ഡി സെറ്റ് ചെയ്യാൻ വേണ്ടി അതിനകത്തൊരു പാരാമീറ്റർ വയ്ക്കുന്നുണ്ട് ഐ ഡി. അതുവഴി നമ്മളൊരു വാല്യൂ ഗെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ this.id എന്ന് വെച്ചാൽ ക്ലാസ്സിനകത്ത് പ്രോപ്പർട്ടീസിന് ദിസ് ചേർത്താണ് വിളിക്കുന്നത്. രണ്ടിനും നമ്മൾ ഒരേ നെയിം ആയതുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ this.id ഈക്വൽസ് id എന്ന് കൊടുക്കുന്നു. അടുത്തത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ റിട്ടേൺ ചെയ്യുന്ന ഗെറ്റ് മെത്തേഡാണ്, ഗെറ്റ് ഐ ഡി. അവിടെ നമ്മൾ ആ ഐ ഡി റിട്ടേൺ ചെയ്യുന്നു. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻ്റാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അതൊരു സ്ട്രിങ് ആണ്. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ സെറ്റ് നെയിം എന്ന് പറയുന്നു. അതിൽ നമ്മളൊരു പാരാമീറ്റർ സ്ട്രിങ് നെയിം പുറത്തുനിന്ന് ഗെറ്റ് ചെയ്യുന്നു. അതിനുശേഷം this.name എന്ന് പറഞ്ഞിട്ട് അത് സെറ്റ് ചെയ്യുന്നു. അടുത്ത ഫങ്ഷന് ഗെറ്റ് നെയിമാണ്. അത് ഒരു സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഗെറ്റ് നെയിമിനകത്ത് റിട്ടേൺ ടൈപ്പ് സ്ട്രിങ് ആണ്. എന്നിട്ട് റിട്ടേൺ നമ്മൾ നെയിം എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഗെറ്ററും സെറ്ററും റെഡിയായി. ഇനി നമുക്ക് ഒരു JavaBean നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ മെയിൻ പ്രോഗ്രാമിലോട്ട് വന്നിട്ട് ഒരു സ്റ്റുഡൻറ്റ് S1 എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ന്യൂ സ്റ്റുഡൻറ്റ് എന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് വാല്യൂ സെറ്റ് ചെയ്യുന്നു. അതിനാണ് S1 സെറ്റ് ഇൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഐ ഡി പാസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് സ്റ്റുഡൻറ്റ് നെയിം പാസ് ചെയ്യാൻ വേണ്ടി S1 സെറ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നെയിമും പാസ് ചെയ്യുന്നു. നമുക്കതൊന്ന് സിസ്റ്റം ഔട്ട് ചെയ്യുന്നതാണ് അടുത്ത ലൈന്. നമുക്ക് അതിൽ പ്രിൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഗെറ്റ് ഫംഗ്ഷൻ, ഗെറ്റ് ഐ ഡിയും ഗെറ്റ് നെയിമും ഉപയോഗിച്ചിട്ട് നമ്മൾക്കത് കൺസോളിലോട്ട് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് ആ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കൺസോളിൽ കാണാൻ പറ്റും. റൈറ്റ് സൈഡായിട്ടുള്ളൊരു ബോക്സാണ് കൺസോൾ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഐ ഡി നെയിമും അവിടെ ഡിസ്പ്ലേ കാണാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.